അങ്ങനെ ഉച്ചക്കത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ അട്ടപ്പാടിയിലേക്ക് പോവാണ്. അവിടെ നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആനമൂളി എത്തിയപ്പോഴാണ് ഇതാ കുട്ടികളൊക്കെ ചെളിയിൽ നല്ല അസലായിട്ട് കളിക്കണുണ്ടത് കേട്ടോ. ഒരു ടെൻഷനും ഒരു സങ്കടവും ഒരു വിഷമവും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലേ ശരിക്കും ഈ ഒരു ചെറിയ നമ്മളെ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ വിചാരിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയായിരുന്നു, വലുതായി കഴിഞ്ഞാൽ പഠിക്കണ്ടല്ലോ, ടെൻഷനില്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല ഏറ്റവും സമാധാനം സന്തോഷമുള്ളൊരു കാലഘട്ടമാണ് ശരിക്കും ഈ ഒരു കുട്ടി പ്രായം എന്ന് പറയുന്നത്. ഒരു 10 വരെ അല്ലെങ്കിൽ +2 വരെയുള്ള ലൈഫ് എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരെയും ജീവിതം, അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടെൻഷനും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ ചുരത്തിലൂടെ പോകാൻ കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഇരട്ടും കോടയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് നല്ല കോടയായിരുന്നു, പകുതി മുക്കാൽ ഭാഗം വരെ. പിന്നെ ഒരു ആനമുളിലേക്ക് എത്താനായപ്പോഴാണ് കേട്ടോ കോടയൊക്കെ ഒന്ന് കുറഞ്ഞത്. അങ്ങനെ നമ്മൾ കല്യാണപ്പുരയിലെത്തി കുറച്ച് നേരം ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടു നിന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം നമുക്ക് കുട്ടികൾക്ക് മദ്രസ ഉണ്ട്. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ചുരം ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഫാമിലിത്തെ ഒരു കല്യാണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ കണ്ടു കുറേ നേരം ഒന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും സംസാരിച്ചു. എല്ലാവരെയും കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. പിന്നെ ഇപ്പാനെയും കണ്ടു, ഇപ്പാനെയും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ.